എൻ്റെ അമ്മ വീട്ടിലെ കൃഷി വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാണ്. ഇവിടെ ഒരു കറ്റാർവാഴയുണ്ട്, സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ഇത് മണി പ്ലാന്റ് ആണ്. ഇതും മണി പ്ലാന്റ് ആണ്. ഇത് ചെമ്പരത്തിയാണ് മഞ്ഞ കളറിലെ. ഇതും മണി പ്ലാന്റ് ആണ്. ഇത് ഓരോ സൈസിലുണ്ട് മണി പ്ലാന്റ്. ഇത് സർവ്വസുഗന്ധി. ഇത് ചീരയാണ്. ഇത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മുളകിൻ്റെ ചെടിയുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതവിടെ ചാമ്പക്കേൻ്റെ മരമുണ്ട്. മരമാണ് കിട്ടുന്നത്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് മറ്റേ ചെമ്മിപ്പുളീൻ്റെ മരമാണ്. ഇത് അതിലുണ്ട്. ഇത് അവിടെ ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം. ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ. അപ്പം 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി 3 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കുക യൂട്യൂബിൽ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നാൽ ഇവിടെ വാഴയുണ്ട്, ചേമ്പൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ചേമ്പും ചേനൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഓരോ സ്ഥലത്തുള്ളത് ഞാൻ പറഞ്ഞങ്ങനെ പോവുകയാണ്. ഇവിടെ ചേമ്പും ചേനയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ ചീരയുണ്ട്. ഇവിടെ മറ്റേ മുരിങ്ങയിലേൻ്റെ ചെടിയുണ്ട്. ഇവിടെ ചേമ്പ് ഇങ്ങനെ കൃഷി പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ഇവിടെ വഴുതനങ്ങേൻ്റെ ചെടിയാണ്. അവൻ കാണിച്ചതാണ്. പിന്നെ ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പച്ചക്കറിയുണ്ട്. പറ്റ ചെയ്യാം. ഇതൊക്കെ നമ്മളെ കുഴപ്പമില്ല. ഇവിടെ നിറച്ച് തുളസിയുണ്ട്. ഇത് പയറിൻ്റെ ചെടിയാണ്. ഇവിടെ കോഴിക്കൂടാണ് വെക്കുന്നത്. കോഴിയുണ്ട് ഇതിൻ്റെ അകത്ത്. കോഴിയൊക്കെ പോസ് ചെയ്ത് പയറ് പറിച്ചതിൻ്റെ കുരുവാണ്. ഇങ്ങോട്ട് വന്നൊരു നാരകത്തിൻ്റെ ചെടിയുണ്ട്. ഇവിടെയൊക്കെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്. കണ്ണിനൊക്കെ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു മുളകിൻ്റെ തൈയുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിറച്ച് കോവക്കേണ്ട ഇതാണ്. വളർത്തിയിട്ടേക്കാണ്. നിറച്ചുണ്ട്. ഞാൻ ഒരെണ്ണം വരെ പറിച്ച് കാണിച്ചു തരാം. നല്ലൊരു കോവക്കയാണ്. ഇപ്പം നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് പണ്ടത്തെ ആടും കൂടെ ആയിരുന്നു. ഇപ്പം അതിൻ്റെ അകത്ത് വിറകൊക്കെ ഇട്ട് വെച്ചേക്കാണ്. കത്തിക്കാനുള്ള അതൊക്കെ വെച്ചേക്കാണ്. അപ്പം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് പണ്ടത്തെ ഇഷ്ടാങ്കായിരുന്നു ഞങ്ങളെ. അപ്പം മീനൊക്കെ ചത്തുപോയപ്പോൾ പിന്നെ ഇത് ചെടിയൊക്കെ വളർത്താനായിട്ട് എടുത്ത്. പിന്നെ ഇത് ഇവിടെ ചീരയുണ്ട്. പിന്നെ ഈ കോവൊക്കെ വളർത്തി വെക്കുന്ന കാട്ടുംകൂട് അല്ല മറ്റേ കോഴിക്കൂട് വരെ ഉണ്ട്. അപ്പം ഇനി അടുത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിലും ബന്ദിയുണ്ട്, മറ്റേ തുളസിയുണ്ട്, അങ്ങനെ കുറച്ച് ചെടികളുണ്ട്. ഇവിടെ ഒരു റോസേൻ്റെ ചെടിയുണ്ട്. പക്ഷെ പൂവുണ്ടായിട്ടില്ല. കറ്റാവാഴയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്ന ഒരു നല്ല ഡാർക്ക് കളറിലെ ഒരു ചെത്തി കാണാൻ. ഇത് മറ്റേ ശംഖുപുഷ്പമാണ് ഗൈസ്. ഇത് നല്ല ഉണങ്ങിയിരിക്കണ ഇതൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് നട്ട് വളർത്താൻ വേണ്ടി. ഞാനൊരെണ്ണം പറിച്ച് കുരു കാണിച്ചു തരാം. നല്ലൊരു കുരുവാണ്, ഉണങ്ങിയതാണ്. ഇത് നമുക്ക് നട്ടാൽ നന്നായിട്ട് ഉണ്ടായി വരും. ഇതൊക്കെ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു. ക്ലിയർ ആയെന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതാണ് ചെത്തിയുടെ. നല്ല ഡാർക്ക് കളറിലെ ചെത്തിയുടെ. ഇത് ഞാൻ അതവിടെ കിടന്നോട്ടെ. ഇതവിടെ അതൊരു മുളകിൻ്റെ തൈയാണ്. അത് വലുതാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. എനിക്ക് കാണുമ്പോൾ തോന്നിയില്ലെങ്കിലും ഇല്ലേ, ഞാൻ പൊക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇത് ഇവരുണ്ടാക്കിയ പൂവാണ് ഗൈസ്. അപ്പോൾ ഇത്ര ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഇവിടെ ചേമ്പ് നട്ടൊക്കെയാണ്. ഗൈസ് ഇത് ഇവരുണ്ടാക്കിയ പൂവാണ്. അതാ എൻ്റെ അനിയൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞതാണ് ഗൈസ്. അത് പൊക്കോട്ടെ ഗൈസ്. ഇവിടെ ചെത്തിയുണ്ട്. ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ ചെടിയുണ്ട്.
ഇവിടെ മറ്റേ കൊടംപുളീൻ്റെ മരമുണ്ട്, കാണുമെന്ന് അറിഞ്ഞൂടാ, ക്ഷമിക്കണം. അതിൻ്റെ അകത്ത് എന്നാലും ഉണ്ട്, കാണുമെന്ന് അറിഞ്ഞൂടാ നിങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ പൈനാപ്പിളിൻ്റെ കുറച്ച് ചെടികളുണ്ട്. ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ തന്നെ ചെടിയാണ്. ഞാൻ പൈനാപ്പിളിൻ്റെ 2-3 പൈനാപ്പിൾ ഞാൻ കാണിച്ചു തരാം. വേണ്ട 2-3 ഒക്കെ ഉണ്ട്. പിന്നെ അവിടെയും കുറച്ച് നീണ്ടു പോകുമ്പോൾ ഉണ്ട് പൈനാപ്പിൾ. ഇതൊക്കെ ഞങ്ങളുടെ വീട് പൊളിച്ച സാധനങ്ങളാണ്. ഇവിടെയും പൈനാപ്പിൾ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പൈനാപ്പിൾ ഉണ്ട്, കളിപ്പാട്ട പൈനാപ്പിൾ ആണെങ്കിലും പറയാം. കളിപ്പാട്ടം പോലെയൊക്കെ തന്നെ ഇരിക്കണം. കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൈനാപ്പിളാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ദേവൻ തിങ്സ് വീണ്ടും വരുന്നതാണ്. അപ്പം നമുക്ക് ഒരു കാര്യം വിട്ടുപോയി, നമ്മളെ വീട് കാണിച്ചില്ല, അതും കൂടി കാണിച്ചിട്ട് ബാക്കി പറയാം. അല്ല ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, കാണിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം ഗൈസ്. ഇപ്പൊ നടന്നു പോയതാണ് ഞങ്ങളുടെ അമ്മൂമ്മ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ദേവൻ തിങ്സ് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. നിങ്ങൾക്ക് അവൻ വല്ലതും പറയുന്നത് ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.